കുറിച്ച് വേദപുസ്തകത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പല സന്ദർഭങ്ങളിലും വേദപുസ്തകത്തിൽ ദൈവത്തിന് വേണ്ടി പോരാടിയവരെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. നമുക്കറിയാം, ദൈവത്തിന് വേണ്ടി വളരെ ശോഭിച്ചവരും വേദപുസ്തകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. കർത്താവിന് സ്വന്തം ഒത്തിരി വീര്യപ്രവൃത്തികളൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്തവരെ കുറിച്ചൊക്കെ ബൈബിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അനുശ്വാസിക്കുന്നുണ്ട്. എന്നാൽ ദൈവവചനം നമ്മൾ പഠിച്ചുമ്പോൾ നമുക്കറിയാം, പ്രശസ്തരായിട്ടുള്ള ധാരാളം പേരുകളുണ്ടല്ലോ. വിശ്വാസവീരന്മാരുടെ പട്ടിക നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ തന്നെ വിശ്വാസവീരന്മാരുടെ പട്ടികയെക്കുറിച്ച് കാണും. അവരൊക്കെ എന്താ പ്രിയ ദൈവമക്കളെ ഓർപ്പിക്കുന്നത്? അവരെല്ലാം പേരുകൾ അവരെല്ലാം പറയുന്നുണ്ടല്ലേ. സ്തോത്രം. വംശാവലിയിലും ചില പേരുകളിൽ, പക്ഷേ ആ പേര് പറയപ്പെടാത്ത ധാരാളം പേര് വേദപുസ്തകത്തിനകത്തുണ്ട്. അവരെ ഒന്നും എന്ത് ചെയ്തില്ല, ലോകം അറിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നോഹയെക്കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചും മോശയെക്കുറിച്ചും ഏലിയാവിനെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെയൊക്കെ ഓർമ്മകളിൽ പെട്ടെന്ന് എന്ത് ചെയ്യാറുണ്ട്? ഇവിടെയൊക്കെ വീര്യപ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ഓർമ്മകളിൽ പെട്ടെന്ന് എത്താറുണ്ട്. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ സന്ദർഭത്തിൽ അറിയപ്പെടാത്ത ചില വ്യക്തികളെ കുറിച്ച് വേദപുസ്തകത്തിനകത്തുണ്ട്. അവരെക്കുറിച്ച് നെഹമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ അല്ലെങ്കിൽ 2 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ അറിയപ്പെടാത്ത ചില 4 കൂട്ടങ്ങളെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്. അത് ഇന്ന് പകൽക്കാലം കമ്പിവാരികത്തിൽ ഓരോന്നായിട്ടൊന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുക. വളരെ പ്രാർത്ഥനയോടുകൂടി ഈ തിരുവചനം ശ്രദ്ധിക്കുവാനായിട്ട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. അത്തരത്തിലുള്ള 4 കൂട്ടം ആൾക്കാരെ കുറിച്ച് നെഹമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ കാണുന്നു. ഒന്നാമതായിട്ട് നമുക്ക് വാക്യം 11-ന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. സ്തോത്രം ചെന്ന് വായിച്ച് സമയം ഒരുപക്ഷെ സമയത്തിന് പരിധി ഉണ്ടല്ലോ. 11-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യെരുശലേമിൽ പാർപ്പാൻ സ്വമേധയാ സമ്മതിച്ചവരെ കുറിച്ച് അവിടെ കാണുന്നു. യെരുശലേമിൽ പാർപ്പാൻ സ്വമേധയാ സമ്മതിച്ചവരെ കുറിച്ചാണ് 11-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഒന്നുകൂടി ആവർത്തിച്ച് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ് വളരെ ശ്രദ്ധയോടുകൂടി. അതായത് അറിയപ്പെടാത്ത വ്യക്തികളെ കുറിച്ച് ബൈബിൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്തോത്രം. പേരുകൾ പറയാത്തവരെ അല്ലെങ്കിൽ ബൈബിളിനകത്ത് കാണാത്ത പലരെ കുറിച്ച് ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അവരെക്കുറിച്ച് ബൈബിളിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ചില ആത്മീയ സന്ദേശങ്ങൾ, നമ്മൾ ഉൾക്കൊള്ളാനുള്ള ചില ആത്മീയ സന്ദേശങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 11-ാം അധ്യായം 2-ാമത്തെ വാക്യം നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം, പശ്ചാത്തലം വിശദീകരിക്കും അറിയാം. പ്രവാസത്തിന്റെ അനന്തരമായിട്ട് യെരുശലേമില് പ്രൗഢി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ബൈബിൾ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. ആ സ്ഥലം, അതായത് ശൂന്യമായ ആ സ്ഥലം, നമുക്കറിയാം. പ്രവാസാനന്തരമായ കാര്യത്തെക്കുറിച്ചും അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. യെരുശലേമിന്റെ പ്രൗഢി നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പൊ ജനനിബിഡമായ ആ സ്ഥലം ശൂന്യമായി കിടക്കുന്നത് കണ്ട് മനം നൊന്ത നെഹമ്യാവ് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ജനങ്ങളോട് ഉണർത്തുകയും ജനങ്ങളോട് പറയുന്ന ഭാഗമാണ് ഈ 11-ാം അധ്യായം 1 മുതലുള്ള ഭാഗം വായിച്ചു വരുമ്പോൾ മനസ്സിലാകുന്നത്. എന്നോട് നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. കർത്താവിന്റെ സ്തോത്രം. യെരുശലേമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൗഢി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജനനിബിഡമായ യെരുശലേം എന്ത് ചെയ്തു? അതിൻ്റെതായ പ്രൗഢി നഷ്ടപ്പെട്ടപ്പോൾ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ജനങ്ങൾ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് അവരവരുടേതായ വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിച്ചതായ ആ ഭൂമി കൃഷി ചെയ്ത് അവരെന്ത് ചെയ്തു? അതിൽ ഉപജീവനം കഴിച്ച് വളരെ വിശാലമായ രീതിയിൽ അല്ലെങ്കിൽ സമൃദ്ധമായ രീതിയിൽ ഒക്കെ കൃഷി ചെയ്ത് ഇഷ്ടം പോലെ ആ കൃഷിഫലം അനുഭവിച്ച് വളരെ സാമ്പത്തികമായിട്ടുള്ള നല്ല നിലയിൽ പോകുന്ന ആ സന്ദർഭത്തിലാണ് ഇവിടെ യെരുശലേമിന്റെ ശൂന്യത കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? അതിന്റെ പ്രൗഢി നഷ്ടപ്പെട്ടത് കണ്ടുകൊണ്ട് ആത്മഭാരത്തോടെ നെഹമ്യാവ് ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞിട്ട് നിങ്ങളുടെ സ്വന്തം സ്ഥലം വിട്ട്, മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ ആ സ്ഥലം വിട്ട് നിങ്ങൾ എവിടേക്ക് വരണം? അല്ലെങ്കിൽ ജനനിബിഡമായ അല്ലെങ്കിൽ അതിന്റെ പ്രൗഢി നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തില് പ്രൗഢിയുള്ള ഈ സ്ഥലം, ജനനിബിഡമായ സ്ഥലം, വളരെ കീർത്തികെട്ട ഈ സ്ഥലം ഇപ്പോൾ എന്തായിരുന്നു? ശൂന്യമായി കിടക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? മടങ്ങി വന്ന് ഇവിടേക്ക് എന്ത് ചെയ്യണം? പാർക്കണമെന്ന് ആ ജനങ്ങളോട് ആര് സംബോധന ചെയ്തു? നെഹമ്യാവ് സംബോധന ചെയ്ത ആ സന്ദർഭത്തിൽ സ്തോത്രം ചെയ്യുന്നു. അവിടെയുള്ള മുന്തിരിത്തോട്ടങ്ങളും അല്ലെങ്കിൽ ഒലിവ് തോട്ടങ്ങളും അവിടെ ഉപജീവനത്തുള്ളതും എല്ലാം വിട്ട് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ സാമ്പത്തികങ്ങളെല്ലാം വിട്ട് ഈ ജനം എവിടേക്ക് വരികയാണ്? ഒന്നുകൂടി നമ്മൾ പറഞ്ഞാൽ സ്വന്തം സുഖ സൗകര്യങ്ങളെല്ലാം വിട്ട് ഈ ജനം എവിടേക്ക് വരികയാണ്? യെരുശലേമിലേക്ക് വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുസരണം പ്രിയ ദൈവമക്കളെ എന്തായി തീരുകയാണ്? അനുഗ്രഹമാണ്. അനുസരണം എപ്പോഴും എന്താണ്? നമുക്ക് അനുഗ്രഹം. ഒരു കാലഘട്ടത്തിലൊക്കെ പ്രൗഢിയൊക്കെ ഉണ്ടായിരുന്ന, സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്ന ആ അവസ്ഥകൾ കണ്ടുകൊണ്ട് അതെല്ലാം സ്തോത്രം ചെയ്തു ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ സുഖസൗകര്യത്തോടു കൂടി ജീവിച്ച ജനം നെഹമ്യാവിന്റെ വാക്കിന്റെ നടുവില്, ആ പ്രബോധനത്തിന്റെ നടുവിൽ അവർ എവിടേക്ക് വരികയാണ്? അവർ സ്വന്തം ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ യെരുശലേമിലേക്ക് വന്ന് പാർക്കുന്നതിനെ കുറിച്ചാണ് ഈ ബൈബിളിൽ ഈ വചനത്തിൽ കൂടി അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു.
ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്നറിയാമോ? ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് ഇതിൽ കൂടി തരുന്ന സന്ദേശം എന്താണ്? എന്താ ഇതിനെ കുറിച്ച് തരുന്ന സന്ദേശം എന്താണെന്ന് അറിയാമോ? എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നെഹമ്യാവ് പറഞ്ഞ അനുസരിച്ച് അവർ എന്ത് ചെയ്തു? അവിടെ വന്ന് പാർത്തപ്പോൾ അവരെ ആരും എന്ത് ചെയ്തില്ല? മനുഷ്യരെ അല്ലെങ്കിൽ ലോകത്തെ അല്ലെങ്കിൽ ലോക മനുഷ്യരോടുള്ള ബന്ധത്തിൽ അവരെ ആരും അറിയപ്പെട്ടില്ല, പ്രിയപ്പെട്ടവരെ. പക്ഷേ എന്നാൽ വേദപുസ്തകത്തിനകത്തുള്ള പേര് പറയുന്നില്ലെങ്കിലും വേദപുസ്തകം ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? അജ്ഞാത ശുശ്രൂഷകന്മാരായിട്ടാണ്, അറിയപ്പെടാത്തവരായിട്ടാണ് അവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇത് പകൽക്കാലം മറ്റുള്ളവർ ആരും നമ്മളെ അറിയുന്നില്ലെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ലോകത്തിലെ പ്രശസ്തന്മാരെ കുറിച്ചൊക്കെ പലരും അറിയാം. വലിയവരെ കുറിച്ച് അല്ലെങ്കിൽ സഭയുടെ പ്രധാനമായ ആ നിലവാരത്തിൽ നിൽക്കുന്നവരെ കുറിച്ചൊക്കെ ലോകത്തിനറിയാം. പക്ഷേ സ്തോത്രം ചെയ്യുന്നു, ഒരു കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കുവാനിടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അതായത് പ്രസംഗിക്കുന്നവരെ ആ ലോകത്തിനറിയാം. പ്രസംഗിക്കുന്ന ആർക്കറിയാം? ലോകത്തിനറിയാം. പക്ഷെ പ്രാർത്ഥിക്കുന്നവരെ ആർക്കറിയാം? ഒരുമിച്ച് പറഞ്ഞാട്ട്, പ്രസംഗിക്കുന്നവരെ ലോകത്തിനറിയാം, പ്രാർത്ഥിക്കുന്നവരെ ആർക്കറിയാം? ദൈവത്തിനറിയാം. ഒരു സ്വന്തം പറഞ്ഞാട്ട് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആരും അറിയപ്പെടാത്തവരെങ്കിലും നമ്മുടെ സുഖ സൗകര്യങ്ങളും നമ്മുടെ പ്രൗഢികളും എല്ലാം വിട്ട് നമുക്കുണ്ടായിരുന്ന ഒലിവുതോട്ടങ്ങൾ, ഇവിടെ എന്താ ആ ദൈവമക്കൾക്ക് യെരൂശലേം അല്ലെങ്കിൽ ഇസ്രായേലിലുണ്ടായിരുന്ന ഒലിവുതോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒക്കെ വിട്ട് അവർ എവിടേക്ക് വരികയാണ്? ശൂന്യമായ സ്ഥലത്ത് അവർ യെരൂശലേമിലേക്ക് മടങ്ങി വന്ന് താമസിക്കുവാനുള്ള സമ്മതമാണ് ദൈവം അവരെ എന്ത് ചെയ്തു? അത് മാറ്റിയത് അവർക്കൊരു അനുഗ്രഹമാക്കി മാറ്റുവാനിടയായിരുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന വളരെ ശ്രദ്ധിക്കണം. എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ട് നമുക്കുണ്ടായിരുന്ന പള്ളികളും ധനങ്ങളും സാമ്പത്തികങ്ങളും എല്ലാം വിട്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ കടന്നു വന്നത് മുഖാന്തരമായി സകലതും നഷ്ടപ്പെട്ടവരുണ്ട്, ഭവനം നഷ്ടപ്പെട്ടവരുണ്ട്, അതായത് സ്വന്തങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. ഇതെല്ലാം വിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് ആലോചന അറിയിക്കുവാനുള്ളത്, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലോകം നിങ്ങളെ അറിയുന്നില്ലെങ്കിലും, എന്നോട് വന്നേ സ്തോത്രം ചെയ്യുന്നു, ലോകം നിങ്ങളെ അറിയുന്നില്ലെങ്കിലും ദൈവം നിങ്ങളെ അറിയുന്നു. ഒരു സ്വത്രപ്പെട. ലോകം നിങ്ങളെ അറിയുന്നില്ലെങ്കിലും പറഞ്ഞാട്ട്, ലോകം നിങ്ങളെ അറിയുന്നില്ലെങ്കിലും ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. സഭയില് അവൻ അറിയപ്പെടാത്തവർ പലരുമുണ്ട്. നിങ്ങൾ കൊടുക്കുന്നത്, കഴിഞ്ഞ നാളുകൾ ദൈവത്തിന് വേണ്ടി ചെയ്തത് ഒക്കെ അവൻ ദൈവത്തിന് അറിയാം. എന്താ പറയുന്നത്? രണ്ട് കാശിട്ട ആ വിധവയായ, 2 കാശല്ലേ ആ വിധവയായ സ്ത്രീ എന്ത് ചെയ്തു പറഞ്ഞാട്ട്, കർത്താവ് തല ഉയർത്തി നോക്കിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി കൊടുത്തതും ചെയ്തതും അറിയുന്ന തമ്പുരാൻ സ്തോത്രമുണ്ട്. അറിയപ്പെടാത്തവർ പലരും സ്തോത്രം ചെയ്യുന്നു. ലോകം അറിയുന്നവർ പലരുമുണ്ട്. അവരെയൊക്കെ പ്രിയപ്പെട്ടവരെ ലോകം അറിയുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് വചനത്തിൽ കൂടി തരുന്ന ആലോചന, ദൈവം നമ്മളെ അറിയുന്നു. എന്നോടുണ്ടോ നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു? ഞാൻ അതിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇത് ഒത്തിരി സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിന്റെ അന്തരാത്മാവിൽ നൽകുവാൻ എന്നോട് സ്തോത്രം ചെയ്യുന്നു. ഏകദേശത്തിൽ നമുക്ക് ഏവർക്കും അറിയാം, എസ്തേറിന്റെ പുസ്തകം നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം, അതായത് മോർദെഖായിയെ കുറിച്ച് വളരെ ഭക്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു മോർദെഖായി എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. വിശദീകരണത്തിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. ഈ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ചില ദൂതുകൾ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ സ്തോത്രം ചെയ്യുന്നു, ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തില് ഹാമാൻ രാജാവിനെ കൊല്ലുവാനായിട്ട് അവൻ തന്റെ ഹൃദയത്തിനകത്ത് പ്ലാൻ ചെയ്ത പദ്ധതിയിട്ട് ആ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിച്ച്, എങ്ങനെയോ സ്തോത്രം അതെ മോർദെഖായി എന്ത് ചെയ്തു? അത് അറിയുവാനിടയായിട്ടുള്ളൂ. എന്നോടുണ്ടോ നിങ്ങള്? അതായത് ഹാമാൻ രാജാവിനെ കൊല്ലുവാനായിട്ട് പ്ലാൻ ചെയ്ത സന്ദർഭത്തില് മോർദെഖായി പ്രാർത്ഥിക്കുന്ന, മോർദെഖായിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനല്ലേ, വളരെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത മനുഷ്യനാണ്. പക്ഷെ മോർദെഖായി ആ വിഷയം എന്ത് ചെയ്തു പറഞ്ഞിട്ട് മോർദെഖായി അത് അറിഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. മോർദെഖായി അറിഞ്ഞ സന്ദർഭത്തിൽ എന്ത് ചെയ്തു? ആ വിവരം എസ്തേറിനെ അത് ധരിപ്പിക്കുന്നു. എസ്തേർ ആരെ അറിയിക്കുന്നു? മോർദെഖായിയുടെ നാമത്തിന് ആരെ അറിയിക്കുകയാണ്? രാജാവിനെ അറിയിക്കുക. സ്തോത്രം. പക്ഷെ എന്താ സംഭവിച്ചത്? രാജാവ് അതായത് മോർദെഖായി ചെയ്തതായ ആ ഉപകാരം അല്ലെങ്കിൽ സ്തോത്രം ചെയ്ത് രാജാവിനെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്ത പദ്ധതിയിട്ട ഹാമാന്റെ ആ വിഷയം, സ്തോത്രം, മോർദെഖായി ചെയ്ത ഉപകാരം രാജാവ് ദിനവൃത്താന്ത പുസ്തകത്തിൽ കുറിച്ചു വെച്ചു. എന്നോടുണ്ടോ നിങ്ങൾ? ദൃശ്യത്തിലേക്ക് പറഞ്ഞമേ. ദിനവൃത്താന്ത പുസ്തകത്തിൽ എന്ത് ചെയ്തു? കുറിച്ചു വെച്ചു. പക്ഷെ അത് ലോകം മനുഷ്യൻ അറിഞ്ഞില്ല. സമയം വന്നപ്പോൾ സ്തോത്രം ചെയ്യുന്നു, അറിയപ്പെടാതിരുന്നൊരു മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു, പ്രിയപ്പെട്ടവരെ, ഉപവസിക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ സമയം വന്നപ്പോൾ, തക്ക സമയം വന്നപ്പോൾ സ്തോത്രം ചെയ്യുന്നു, രാജാവ് അഭിഷേകത്തെ പുറത്തുകൊണ്ട് വന്നതിന് പരിശുദ്ധാത്മാവ് ആലോചന
മനുഷ്യൻ നിന്നെ അറിഞ്ഞില്ലെങ്കിലും, സഭ നിന്നെ അറിഞ്ഞില്ലെങ്കിലും, നിന്റെ പാസ്റ്റർ നിന്നെ അറിയുന്നില്ലെങ്കിലും, പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു, നീ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നത് അവൻ ഈ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത്. മനുഷ്യൻ നിന്നെ അറിയുന്നില്ല കേട്ടോ, ലോകം നിന്നെ അറിയുന്നില്ല കേട്ടോ, നിന്റെ സഭക്കാർ നിന്നെ അറിയുന്നില്ല, പക്ഷെ ദൈവം നിന്നെ അറിയുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും അവൻ അത് കുറിച്ചു വെച്ചിട്ട് അവൻ നിനക്ക് വേണ്ടി പ്രതിഫലം തരുന്ന ഒരു സമയമുണ്ട്. വലതൊന്നും അകത്തോട്ട് കയറി ആരോട് ദൈവാത്മാവ് ഇടപെടുക, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന വെളിപ്പാടുകൾ ഇന്ന് മകളെ ഏറ്റെടുത്തെന്ന് സ്വോത്രം പറയാത്ത സമയം വന്നപ്പോൾ രാജാവിന്റെ ഉറക്കം നഷ്ടമായി. സ്വത്രം അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അന്ന് രാത്രി രാജാവിന് ഉറക്കം നഷ്ടമായപ്പോൾ രാജാവ് ദിനവൃത്താന്ത പുസ്തകങ്ങൾ പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഒരുവന്റെ പേരെഴുതി വെച്ചിരിക്കുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ അവ ഒരുവന്റെ പേര് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. അത് ആരുടെ പേരാണ്? അത് മോർദെഖായിയുടെ പേരാണ്. സ്വത്രം സ്വത്രം പറ എന്നോടുണ്ടോ നിങ്ങളുടെ സ്വത്രം? ആരുടെ പേരാണ്? മോർദെഖായിയുടെ പേര് അതിനകത്ത് എഴുതി വെച്ചിരിക്കുക. ദൈവത്തിന്റെ പൈതലേ സ്തോത്രം ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ എന്റെ ദൈവം, ഇപ്പൊ നീ അറിയപ്പെടുന്നില്ലെങ്കിലോ, ഇപ്പൊ നീ മറവാണെങ്കിലോ, ഇപ്പൊ നീ അജ്ഞാനത്തിൽ ഇരിക്കുന്നെങ്കിലോ, തമ്പുരാനെ പുറത്തു കൊണ്ടുവരുന്ന സ്വതന്ത്ര പ്രതിഫലം വിവരിക്കുന്ന സമയത്ത്, ഹലോ സ്തോത്രം, അത് നിത്യതയിലും ആ പ്രതിഫലം കിട്ടും, ഈ ലോകത്തിലും ആ പ്രതിഫലം നിനക്ക് എന്ത് ചെയ്യും? ദൈവം തമ്പുരാൻ തരും. ഞാനിങ്ങനെ വിശ്വസിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്തു. അതാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിലെ 11-ാം അധ്യായത്തിലെ 1-ാമത്തെ കൂട്ടരെ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ദൈവത്തിന് സ്തോത്രം ചെയ്ത ഭാഗം വായിക്കുമ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? യെരൂശലേമിൽ പാർപ്പാൻ സ്വമേധ സമ്മതിച്ചവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഇവിടെ ആവർത്തന വിരസതയല്ല. സ്വമേധ സമ്മതിച്ചുകൊണ്ട് അവരുടെ നിലത്തിലെ കൃഷിഫലങ്ങള്, സാമ്പത്തികളെല്ലാം വിട്ടിട്ട് സ്വത്രം നെഹമ്യാവിന്റെ ആജ്ഞ അനുസരിച്ച് യെരൂശലേമിലേക്ക് എന്ത് ചെയ്തു? ശൂന്യമായ സ്ഥലത്ത് വന്ന് അവര് പാർത്തത് കൊണ്ട് അവരുടെ പേര് പേരൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ സ്വർഗം അവരെ മാനിക്കുന്ന ഒരു സമയമുണ്ട്, അവരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, മറഞ്ഞിരുന്നാലും തമ്പുരാൻ അവരെ പുറത്തു കൊണ്ടുവരും. സ്വത്രം പറ, സ്വത്രം പറ. രണ്ടാമതായിട്ട് സ്തോത്രം ഒരു കൂട്ടരെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് നെഹമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുണ്ട്. സമയത്തിന് പരിധി ഉള്ളതുകൊണ്ട് ആലയത്തിൽ വേല ചെയ്തവർ അവർ അജ്ഞാതരായി എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തവരാണ്. സ്തോത്ര ആ വാക്യം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. നമുക്ക് ഇവരുടെ പേരുകൾ എന്ത് ചെയ്തില്ല, പരാമർശിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ആലയത്തിനകത്ത് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവര് ആദ്യം ചെയ്തത് എന്താണെന്ന് അവർ എഴുതിയിട്ടുണ്ട്. അവിടെ ആരാധന പുനഃസ്ഥാപിക്കുക. മനസ്സിലാകുന്ന പറഞ്ഞത്? അവിടെ ആരാധന പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യം അവർ ചെയ്തത്. സ്തോത്രം ചെയ്ത് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞത്. താഴോട്ട് ആ 11-ാം അധ്യായം 10 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് കാണുന്നത് ആലയത്തിൽ എന്ത് ചെയ്തു പറഞ്ഞാട്ട്, ആലയത്തിൽ വേല ചെയ്തവർ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? അവർ ആരാധന പുനഃസ്ഥാപിക്കുവാനായിട്ട് അവർ പേരുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ ദൈവം അവരെ എന്ത് ചെയ്തു പറഞ്ഞാട്ട് പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും തക്ക സമയമാകുമ്പോൾ ഇവരെ ദൈവം എന്ത് ചെയ്യും പറഞ്ഞാട്ട് ഇവരെ പുറത്തു കൊണ്ടുവരുന്ന പ്രതിഫലം വിഭജിക്കുമ്പോൾ ഇവരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സന്ദർഭമുണ്ട്. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് തരുന്ന ഈ ദൈവിക സന്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? രണ്ടാമത്തെ ഈ ഗ്രൂപ്പ് അതായത് ആരാധന എന്ത് ചെയ്തു പറഞ്ഞാട്ട് പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ആരാധനകൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ട ആരാധന ശൂന്യമായി കിടക്കുന്ന ആ യെരൂശലേം ഒന്നാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവരവിടെ വന്ന് പാർത്തു. ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ അറിയാമോ? നഷ്ടപ്പെട്ട ആരാധന പുനഃസ്ഥാപിക്കുവാനായിട്ട് അവരിവിടേക്ക് വന്ന് പറഞ്ഞാട്ട് ഈ യെരൂശലേമിലേക്ക് വന്ന് പാർത്തവരായിരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ പേരെന്ത് ചെയ്തില്ല, അറിയപ്പെട്ടില്ല. പക്ഷേ വേദപുസ്തകത്തിനകത്ത് അവൻ വ്യക്തമായി അവരെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ ഒരു സമയത്ത് അവരെ തമ്പുരാൻ എന്ത് ചെയ്യും പറഞ്ഞാട്ട് പുറത്തു കൊണ്ടുവരും. ഒരു സ്വത്രം പറ, ഒരു സ്വത്രം പറഞ്ഞാട്ട് ഇന്ന് പകൽ ദൈവാത്മാവിന്റെ ആലോചന. ആരാധന നഷ്ടപ്പെട്ടവര്, സ്വത്രം
ആരാധന നഷ്ടപ്പെട്ടവരുടെ വീടുകൾ ഉണ്ടെങ്കിൽ, പ്രാർത്ഥനകളും ആരാധനകളും സഭായോഗങ്ങളും നഷ്ടപ്പെടുത്തിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരാധന പുനഃസ്ഥാപിക്കുവാനായിട്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുക. സ്തോത്രം പറഞ്ഞാട്ട് ആരെങ്കിലും ആരാധന നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ്. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം എനിക്ക് തിരിച്ചു തരണം. പണ്ട് ആരാധിച്ചതുപോലെ, പണ്ട് ഞാൻ ആത്മാവിൽ നിറഞ്ഞതുപോലെ, പണ്ട് ഞാൻ അന്യഭാഷയിൽ ആരാധിച്ചതുപോലെ, പണ്ട് ഞാൻ അന്യഭാഷയിൽ ആരാധിച്ചതുപോലെ, പണ്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നിടം മറന്ന് ആരാധിച്ചതുപോലെ ഒന്ന് മടക്കി തരണമേ എന്ന് ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ ശക്തമായിട്ട് ഇടപെടട്ടെ. സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. ഇതിനകത്ത് ആരാധിക്കുന്നവരെ ദൈവത്തിന് അറിയാം, സ്തോത്രം പറയുന്നവരെ ദൈവത്തിന് അറിയാം. മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിയുന്നുണ്ട്. സ്തോത്രം പറ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം പറ. ആലയത്തിനകത്തെ വേല ചെയ്തവരുടെ പേരെന്ത് ചെയ്തിട്ടില്ല? ആലയത്തിനകത്ത് വേല ചെയ്തവരുടെ പേരെന്ത് ചെയ്തിട്ടില്ല? എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ദൈവം അത് പുറത്തു കൊണ്ടുപോകും. സ്തോത്രം. ആരാധന പുനഃസ്ഥാപിക്കുവാന് ദൈവസഭയോട് ഒരു വെളിപ്പാട് പറയട്ടെ. അവസരങ്ങൾ നല്ലതാണ് ദൈവസഭയെ ദൈവം തന്നേക്കുന്നത്. അത് നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ആരാധന നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം പറഞ്ഞാട്ട് സ്തോത്രം കുറയരുത്. പ്രാർത്ഥനകൾ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തി കളയരുത്. സ്തോത്രം. കൂട്ടായ്മകൾ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തരുത്. എന്താ ആരാധനയ്ക്ക് വരാത്ത എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലർ പറയാറുണ്ട്, വെയിലാ പാസ്റ്റർ, അതുകൊണ്ട് ആരാധനയ്ക്ക് വരാത്ത. കഠിനമായ വെയിലാ, ചൂട് കാരണം സ്കൂളിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, AC ഉണ്ടെങ്കിൽ വരാമെന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ആരും പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നവരല്ല. ചിലരോട് ചോദിക്കും, എന്താ ആരാധനയ്ക്ക് വരാത്ത? ഭയങ്കര മഴയാ പാസ്റ്റർ, ആരാധനയ്ക്ക് വരാനായിട്ട്. സ്തോത്രം. വെയിലും മഴയും കൊണ്ട് പണ്ടത്തെ ഒരു കാലം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ. എത്ര വെയിലാണെങ്കിലും, എത്ര മഴ തോരാത്ത മഴ പെയ്താലും സ്തോത്രം ചെയ്യുന്നു. രാത്രികളിൽ പാതിരാത്രിക്കൊക്കെ ചൂട്ടും കെട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോകുന്ന ഒരു കാലഘട്ടം നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, എപ്പോഴും പറയുന്നത്, ഉടുതുണിക്ക് മറുതുണിയില്ലാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. അന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിക്കുവാനും അവിടെ ശരീരം കരഞ്ഞ് അർദ്ധരാത്രിക്ക് ചൂട്ടും കെട്ടിയൊക്കെയും അവർ ഭവനത്തിന് വാഹന സൗകര്യമില്ലെങ്കിലും അവർ ഭവനത്തിൽ തിരിച്ചു വരുവാൻ അവർ മനസ്സുള്ളവരായിരുന്നു. സ്തോത്രം. ആ തലമുറയാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്നത്. അവരുടെ ത്യാഗമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. മറന്നു പോകരുത് കേട്ടോ. ഇപ്പോഴത്തെ തലമുറകൾ വന്നപ്പോൾ എന്താ? ആരാധന വേണ്ട, സ്തോത്രം വേണ്ട, കയ്യടി വേണ്ട, അഭിഷേകം വേണ്ട. സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം. പണ്ടത്തെ അപ്പച്ചന്മാര് ദൈവത്തെ ആരാധിക്കുവാൻ ത്യാഗം സഹിച്ച് ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ചെയ്യുന്നത് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തിയോടെ ആരാധന അറിയിക്കുന്നത്. സ്തോത്രം. ആലയത്തിൽ വേല ചെയ്ത ഒരു ഗ്രൂപ്പിന്റെ പേര് വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ സ്വർഗം അവരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടിയിട്ട് ശുഷ്കാന്തിയോടെ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ആത്മാവിൽ പറഞ്ഞ എരിവുള്ളവരായി. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? ഉത്സാഹത്തിൽ മടുപ്പില്ല. ആത്മാവിൽ എരിവുണ്ടാകണം. ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി. സ്തോത്രം ചെയ്യുന്നു. അതായത് ഒരു പിതാവ് അവൻ മരണാസനത്തിൽ ആയിരുന്ന ആ സന്ദർഭത്തിൽ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാൻ ഇടയായിത്തീരുന്നു. കർത്താവ് 2 മക്കളുണ്ടായിരുന്നു. ആ മരണാസനത്തിലായിരുന്ന ആ സന്ദർഭത്തിൽ 2 മക്കളെയും വിളിച്ചിട്ട്, മൂത്ത മകൻ രക്ഷിക്കപ്പെട്ടവനായിരുന്നു, ഇളയ മകൻ രക്ഷയുടെ അനുഭവത്തിൽ വരാത്ത വ്യക്തിയായിരുന്നു. മൂത്ത മകനോട് പറഞ്ഞു, സ്തോത്രം, അങ്ങനെയാണ് പറഞ്ഞത്, പിന്നെയും ഞാൻ പോകുന്നു, പിന്നെയും എനിക്ക് നിന്നെ കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ മകനോട് പറഞ്ഞു ഗുഡ് ബൈ എന്ന് മാത്രം പറഞ്ഞു. അവൻ പിന്നെ കാണാമെന്ന് പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. അവൻ പ്രിയപ്പെട്ടവരെ, അവൻ ആ മൂത്ത മകൻ രക്ഷാദണ്ഡം പ്രാപിച്ചതുകൊണ്ട് ആ മകനോട് ആ പിതാവ് പറഞ്ഞത്, അവൻ പിന്നെയും നിന്നെ എനിക്ക് കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ മകൻ കണ്ണുനീരോടുകൂടി കടന്നു വന്നിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പ എന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്? അപ്പോൾ അപ്പം പറഞ്ഞ മറുപടി ഇതാണ്, നീ രക്ഷിക്കപ്പെടാത്തവനാണ്, എനിക്ക് നിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുകയില്ല, കാണാൻ പറ്റുകയില്ല.
ചെയ്തിട്ടില്ല. കർത്താവിന് സ്തോത്രം ചെയ്തു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവൻ ദൈവം തരുന്ന ഉപകാരങ്ങൾ ആത്മാവിൽ ഉത്സാഹമുള്ളവരായിട്ട്, ആ ഉത്സാഹത്തിന് മടുപ്പില്ലാതെ ആത്മാവ് എരിവുള്ളവരായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ നിശ്ചയമായിട്ടും പറയട്ടെ, അവൻ ഇന്ന് നിങ്ങൾ ഇവിടെ അറിയപ്പെടാത്തവരാണെങ്കിൽ, അവൻ ഒരുപക്ഷെ നിങ്ങൾ പ്രശസ്തരല്ലെങ്കിൽ, പ്രതിഫലം വിഭജിക്കുന്ന ഒരു സന്ദർഭമുണ്ട്, പേര് വിളിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അന്ന് അവൻ ദൈവത്തിന് വേണ്ടിയിട്ട് നീ എന്തെല്ലാം ചെയ്താലും അതിനെല്ലാം പ്രതിഫലം തരുന്ന ഒരു സമയമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുക. ഇവർ ചെയ്തത് എന്താണെന്ന് അവിടെ വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട്. യെരൂശലേം ദേവാലയത്തിന് വേണ്ടി വിറക് കീറി, സ്വത്രം വെള്ളം കോരി, മൃഗങ്ങളുടെ തോലിരിക്കാനും മാംസം വേവിക്കാനും അപ്പം ഉണ്ടാക്കാനും പരിസരം വൃത്തിയാക്കുവാനും മൃഗങ്ങളുടെ ഉടൻ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ചുട്ടുകളയുവാനും അവർ തയ്യാറായി. സ്തോത്രം ചെയ്യുന്നു. ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ അതായത് അറിയപ്പെടാത്ത ചില ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഇവര് ആലയത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇവരുടെ പേരുകളൊന്നും വേദപുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടില്ല. ഹലോ, നിങ്ങൾ എന്നോടുണ്ടോ? പേരുകളൊന്നും വേദപുസ്തകത്തിനകത്ത് എഴുതപ്പെട്ടിട്ടില്ല. പക്ഷെ ഇവർ ചെയ്തെന്താ? യെരൂശലേം ദേവാലയത്തിന് വേണ്ടിയിട്ട് വിറക് കീറി, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, വെള്ളം കോരി, പിന്നെ മൃഗങ്ങളുടെ തോലിരിച്ചു, പിന്നെ മാംസം വേവിക്കാൻ, അപ്പം ഉണ്ടാക്കാൻ, പരിസരമൊക്കെ വൃത്തിയാക്കാൻ, മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ചുട്ട്. നമ്മളൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ആലയത്തിന് വേണ്ടി ചെയ്തവരാണ് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു. ചെയ്യുന്ന ദൈവമക്കളെ ഓർക്കുക, ദൈവത്തിന് സ്തോത്രം പറയുക. നമ്മളെന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്താൽ സ്തോത്രം ചെയ്യുന്നു. വീമ്പളക്കുന്നവരെയൊക്കെ എനിക്ക് ഒത്തിരി പേരെ അറിയാം. ഞാൻ ഓർക്കുന്നുണ്ട്, മുമ്പ് ഒരു സഭയിലായിരുന്ന സന്ദർഭത്തിൽ ചർച്ചിന്റെ പേരുകളോ ഒന്നും ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം ചെയ്യുന്നു. അമേരിക്കയുടെ അച്ചായൻ ലീവിന് വന്ന സന്ദർഭം, ഒരു മാസത്തെ വെക്കേഷൻ വന്ന ആ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, അമേരിക്കയിൽ അച്ചായൻ, ഞാൻ ആദ്യമായിട്ട് ട്രാൻസ്ഫറായി സ്ഥലം മാറിപ്പോയ ആ വർഷം, സ്തോത്രം, അച്ചായന്റെ ഭവനത്തിൽ സന്ദർശനത്തിന് ചെയ്യുന്ന സമയത്ത് വീട് വിസ്തീർന്ന സന്ദർഭത്തിൽ അച്ചായൻ എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: പാസ്റ്റർ, കഴിഞ്ഞ പാസ്റ്റർ ഇവിടെ ഇരുന്നപ്പോൾ 1,00,000 രൂപ ഞാൻ ചെക്ക് കൊടുത്തു. പക്ഷേ സ്തോത്രം ചെയ്യുന്നു, എന്റെ പേരെന്ത് ചെയ്തില്ല, പരസ്യമായിട്ട് പറയാത്തത് കൊണ്ട് എനിക്ക് സഭയോടങ്ങ് നീരസമാണ്. സ്തോത്രം. എന്നോടുണ്ടോ? സ്തോത്രം. 1,00,000 രൂപ ഞാൻ കൊടുത്തത് പറയാത്തത് കൊണ്ട് എനിക്ക് സഭയോട് എന്താ പറഞ്ഞാണ്ട് നീരസമാ. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ കാണേണ്ടതിന് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ടല്ലേ? മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യർ കാണേണ്ടതിന് പലപ്പോഴും നമ്മളെല്ലാം ഇതൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിലാണ്. അതെല്ലാം ദൈവം തിരിച്ച് ഇരട്ടിയായിട്ട് നമുക്ക് തരുന്ന ഒരു ഈ ലോകത്തിൽ വെച്ചും ദൈവം തരും. പ്രതിഫലം വിഭജിക്കുന്ന ആ സന്ദർഭത്തിൽ എവിടെയാ? നിത്യത. മനസ്സിലാകുമ്പോൾ ഞാൻ പറഞ്ഞത്, കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിന്റെ കാഹള ശബ്ദം കേൾക്കും. മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർ വാനമേഘത്തിൽ അവനെ എതിരേൽക്കുവാനായിട്ട് കർത്താവിനോടുകൂടി 7 വർഷം മധ്യാകാശത്തിലായിരിക്കുന്ന ആ സന്ദർഭത്തിൽ പ്രതിഫലം വിഭജിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. 7 വർഷം നമ്മൾ അവിടെ ആയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നമ്മൾ ഇവിടെ ചെയ്തത് കർത്താവിന് വേണ്ടി ചെയ്തതിനെല്ലാം പ്രതിഫലം മേടിക്കുന്ന ആ സന്ദർഭമാണ്. അവിടെയും പ്രതിഫലം കിട്ടും, ഇവിടെയും നിനക്ക് പ്രതിഫലം കിട്ടും. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും പിറുപിറുക്കാതെ ചെയ്യണം. സ്വത്രം പറ. എന്നോടുണ്ടോ നിങ്ങൾ? സ്വത്രം പറഞ്ഞാട്ട് ചച്ചക്കോളിൽ ഏറ്റവും കോടീശ്വരനായി തീരേണ്ട ഒരു മനുഷ്യനാണ് ഞാൻ. മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞു, എന്റെ സ്വത്തുക്കളെല്ലാം എനിക്ക് ദൈവസഭയ്ക്ക് കൊടുത്തവനാണ് ഞാൻ. അതിന് അഭിമാനത്തോടെ എനിക്ക് പറയുവാനായിട്ട് കഴിയും. കൊട്ടാരക്കര ചന്തമുക്കില് കണ്ടായ സ്ഥലം, ഏകദേശം 11 സെന്റ് സ്ഥലം എഴുതി, ഏകദേശം 1 കോടി രൂപയോളം സ്വത്തുള്ള 2 നില പാഴ്സനേജ്, മനോഹരമായ 600 രൂപയ്ക്ക് ഇരിക്കാവുന്ന ഹോള്, ഇതെല്ലാം കർത്താവ് എനിക്ക് തന്ന, എന്റെ ശുശ്രൂഷയെ നൽകി തന്നതായ പണം കൊണ്ട് ഇതെല്ലാം വാങ്ങിച്ചു. പക്ഷെ ഇതെല്ലാം ദൈവസഭയ്ക്ക് എഴുതി പോകാൻ തുടങ്ങുമ്പോഴും അന്നെന്നോട് പലരും വിലക്ക് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നും എന്റെ ഹൃദയത്തിനകത്ത് സ്തോത്രം ചെയ്ത് പരിശുദ്ധാത്മാവ് എനിക്കൊരു നിയോഗം തന്നു. ദൈവം എനിക്ക് എന്ത് ചെയ്യും പറഞ്ഞിട്ട് എന്നോടുണ്ട്, ദൈവം എനിക്ക് പ്രതിഫലം തരും, ദൈവം എനിക്ക് പ്രതിഫലം തരും. അഭിമാനത്തോടെ പറയാം, 5 സെന്റ് സ്ഥലവും ഒരു വീട് മാത്രമേ ഇന്ന് എനിക്കുള്ളൂ. കർത്താവിന്റെ സ്തോത്രം. അതെനിക്ക് അഭിമാനത്തോടെ പറയാനായിട്ട് കഴിയും. സ്വത്തുക്കൾ എനിക്ക് വേണ്ട, കോടിക്കണക്കിന് ആസ്തി ഒന്നും വേണ്ട. ഞാൻ കർത്താവിനോട് ഇന്നും പ്രാർത്ഥിക്കും, കർത്താവ് കോടിക്കണക്കിന് ആസ്തി ഒന്നും വേണ്ട, എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട, ഏക്കർ കണക്കിന് സ്ഥലമൊന്നും വേണ്ട. ഇവിടുത്തെ പല പാസ്റ്റർമാരും ഞാൻ വിസ്താരമായി പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. കോടികൾ ആസ്തി ഉണ്ടാക്കി പ്രിയപ്പെട്ടവര്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഒരു തുണ്ട് സ്ഥലം പോലും പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ സ്തോത്രം ചെയ്തവർ മുന്നോട്ട് പോകുന്നവരെയൊക്കെ എനിക്കറിയാം. പക്ഷെ ഇന്ന് ഞാൻ കർത്താവിനോട്
പ്രാർത്ഥിക്കുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. കർത്താവേ, എനിക്കിത് മതി. കോടിക്കണക്കിന് ആസ്തിയൊന്നും ഇല്ലെങ്കിലും അവൻ പ്രതിഫലം വിഭജിക്കുന്ന നാളുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അവൻ പേര് വിളിക്കുന്ന സമയത്ത് എനിക്കറിയാം. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും അതൊന്നും നഷ്ടമായി തീരുകയില്ല. വിശ്വാസികളെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് ചെയ്യുക. സ്വത്രം ചെയ്തിട്ട് അവൻ ആസ്തികൾ അവൻ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ചെയ്യുക. ഇവിടെ എനിക്കൊന്നും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ചെയ്യുക. സ്വത്രം ചെയ്ത് പ്രതിഫലം വിഭജിക്കുന്ന നാളിൽ അത് നിനക്ക് ലഭിക്കും. സ്വത്രം കുറയും. എനിക്കറിയാം. സ്വത്രം പറഞ്ഞാട്ട് നല്ല മനസ്സോടെ ചെയ്യണം. അതാണ് ഇവർ ചെയ്ത്. എന്താ? അവൻ യെരൂശലേം ദേവാലയത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു? വിറക് കീറാനും വെള്ളം കോരാനും അവൻ മൃഗങ്ങളുടെ തോലിരിക്കാനും മാംസം വേവിക്കാനും അപ്പമുണ്ടാക്കാനും പരിസരം വൃത്തിയാക്കാനും സ്തോത്രം ചെയ്യുന്നു. നിമിഷത്തേക്ക് അവൻ മൃഗങ്ങളുടെ തോൽ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ചുട്ടുകളയുവാനും അവർ മനസ്സുള്ളവരായിരുന്നു. ആ മനസ്സുള്ളവരുടെ പേര് ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, പ്രതിഫലം വിഭജിക്കുന്ന സമയത്ത് തമ്പുരാൻ അവർക്ക് പ്രതിഫലം കൊടുക്കും. സ്തോത്രം പറഞ്ഞാട്ട് എന്നോടുണ്ടോ നിങ്ങൾ സ്തോത്രം പറഞ്ഞേ? അതാ ദൈവത്തിന്റെ പ്രവൃത്തി. സ്തോത്രം പറ. അജ്ഞാത ശുശ്രൂഷകന്മാരെ, അറിയപ്പെടാത്തവരെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. സ്തോത്രം പറ. ഒറ്റ ഗ്രൂപ്പിനെ കൂടെ പരിചയപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കുവാനാണ് താല്പര്യപ്പെടുക. മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്, അജ്ഞാത ഗ്രൂപ്പ്. നെഹമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം 7-ാമത്തെ വാക്യം. സ്തോത്രം. മഥന്യാവിന്റെ കീഴിൽ പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന കൂട്ടരായിരുന്നു ആ മറ്റവർ. അവരുടെ പ്രത്യേകത കുഴക്കാലിൽ നിൽക്കുന്നവരായിരുന്നു. സ്തോത്രം ചെയ്തു ശുശ്രൂഷയുടെ വിജയം വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. 11-ന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് മഥന്യാവിന്റെ കീഴിൽ പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന കൂട്ടരായിരുന്നു ഇവർ. നിങ്ങളെങ്ങനെ ഉണ്ടോ? സ്തോത്രം ചെയ്തു എന്ന് മനസ്സിലാകുന്നോ? ഇവരെങ്ങനെയുള്ളവരായിരുന്നു? സ്തോത്രം. ഇവര് പ്രാർത്ഥിക്കുന്നവരും സ്തോത്രം പറയുന്നവരും പിന്നെ സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുമായിരുന്നു. അപ്പൊ ഇവരെ ലോകം എന്ത് ചെയ്തില്ല? ഇവരുടെ പേരുകളൊന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷെ ഇവരെ ആര് പ്രതിഫലം വിഭജിക്കുമ്പോൾ ഇവരെയും ദൈവം എന്ത് ചെയ്യും? ഈ സ്തോത്രം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന് മഹത്വം പറയുകയും ഈ സ്തോത്രം പറയുകയൊക്കെ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ അതിലെല്ലാം എന്തുകൊണ്ട്? പ്രതിഫലമുണ്ട്. ഞാൻ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ ഇടയായിരുന്നു. സ്വർഗത്തില് ഒരു കർത്താവിന്റെ ദാസന് ഒരു ദൂതൻ എന്ത് ചെയ്തു? സ്വർഗത്തിൽ കൊണ്ടുപോയ സമയത്ത് ഓരോ റൂമുകളും ഒരു കഥയാണോ ഇതൊരു സ്വപ്നം, ഒരു ദൈവദാസന്റെ സ്വപ്നമാണോ എന്ന് എനിക്കറിയില്ല. ഓരോ സ്ഥലങ്ങളും ഈ ദൂതൻ ഈ ദൈവദാസനെ ഓരോ റൂമുകളിലും കൊണ്ടുപോയി. സ്വന്തം ഓരോ റൂമിൽ ചെന്നപ്പോൾ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ആത്മാക്കളെ നേടുന്നവർക്ക് വേണ്ടിയിട്ട് അവൻ സ്തോത്രം ചെയ്യുന്നു. അവൻ പ്രതിഫലം കൊടുക്കുവാൻ ഒരു ഗ്രൂപ്പ് ദൂതന്മാർ അവിടെ ഇരിക്കുക. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ ഓരോ റൂമുകളും കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയ സമയത്ത് ഓരോ റൂമിലേക്ക് ചെന്നപ്പോൾ അവൻ 2 ദൂതന്മാർ അവിടെ നിന്ന് ഉറങ്ങുകയാണ്. സ്തോത്രം. അപ്പൊ ഈ ദേവദാസൻ കൊണ്ടുപോയ ദൂതനോട് ചോദിച്ചു, ഈ 2 ദൂതന്മാരെ ഇവിടെ നിന്ന് ഉറങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഭൂമിയില് വാ തുറക്കാത്തവര് ഒത്തിരി പേരുണ്ട്. സ്തോത്രം പറയാത്തവര് ഒരുപാടെണ്ണമുണ്ട്. എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല. ഇതൊരു ഭാവന കഥയാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കൊരു സ്വപ്നമായി എനിക്കൊന്നും അറിയത്തില്ല. ഭൂമിയിൽ സ്തോത്രം പറയുന്നവർ കുറവാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും എഴുതാനായിട്ടില്ല, അവർക്ക് പ്രതിഫലം കൊടുക്കുവാനായിട്ട് ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അവൻ സ്തോത്രം പറയുന്നവർ എന്തുകൊണ്ട് പറഞ്ഞാട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർക്കും എന്തുകൊണ്ട് പറഞ്ഞാട്ട്. ഹലോ നിങ്ങൾ എന്നോടുണ്ടോ? സ്തോത്രം. അതുകൊണ്ട് ഇത് പകൽക്കാലം ഇടപെടാതെ സ്തോത്രം പറയുന്നവരെ, സ്തുതിക്കുന്നവരെ പ്രത്യേകത അവർക്ക് എന്തുകൊണ്ട്? മഥന്യാവിന്റെ കീഴിൽ പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്നവര് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവരെ അറിയപ്പെടാത്തവരെങ്കിലും സ്വർഗം എന്ത് ചെയ്യും പറഞ്ഞാട്ട് അവർക്ക് പ്രതിഫലം വിഭജിക്കുന്ന നാളില് അവർക്ക് പ്രതിഫലം നൽകും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസേവനോട് പരിശുദ്ധാത്മാവ് വെളിപ്പാട് പറയട്ടെ. സ്തോത്രം പറയാൻ മടിക്കരുത്, സ്തുതിക്കുവാൻ മടിക്കരുത്. ആമേൻ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കുറയരുത്. സ്തോത്രം പറഞ്ഞാട്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 4-മതൊരു ഗ്രൂപ്പിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് നെഹമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത് 11-ന്റെ 22-ാമത്തെ വാക്യം വായിക്കാമോ? 11-ന്റെ 22-ാമത്തെ വാക്യം വേഗം വായിച്ചു.
11:20. സ്തോത്രം. നാലാമത്തെ അജ്ഞാത ഗ്രൂപ്പിനെ കുറിച്ച് ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ദൈവാലയത്തിലെ സംഗീതങ്ങൾ. സ്തോത്രം. സംഗീതത്തിന് നേതൃത്വം കൊടുക്കുവാനും പാട്ടുപാടുന്നവരുമായിരുന്നു. നോക്കിക്കേ, അവൻ ഈ കൂട്ടർ ദൈവത്തെ പാടി സ്തുതിക്കുന്നവരായിരുന്നു. ഇവരുടെ പേരുകൾ വേദപുസ്തകത്തിൽ കാണുന്നില്ല. ഇവരെ ലോകം എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. നോക്കിക്കേ, ഇവരെങ്ങനെയുള്ളവരായിരുന്നു ആലയത്തില്. അപ്പൊ പാട്ടിലൊക്കെ വളരെ പ്രാധാന്യമുണ്ടല്ലേ. നിങ്ങൾക്കറിയാം, ചില പാട്ടുകള് ഞാൻ അതിനെ കുറിച്ചൊന്നും വിസ്താരമായിട്ട് പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. ഈ പാട്ട് പാടുന്നതെല്ലാം ദൈവസഭയിൽ ആത്മാവിന്റെ നിറവിന്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പാടിയെങ്കിൽ മാത്രമേ ജനത്തിന് തന്നെ ചെയ്യുകയുള്ളൂ, പ്രയോജനം ഉണ്ടാകുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം ബുദ്ധി കൊണ്ട് പാടാം, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പാടാനായിട്ട് പറ്റും. ലോകപ്രകാരം നമുക്കറിയാം, ലോകപ്രകാരം നമ്മൾ പഠിച്ചു വരുമ്പോൾ ലോകത്തിലെ മനുഷ്യനെ പഠിച്ച് പാട്ട് പാടിപ്പിക്കുന്ന ഒരു ധാരാളം പേരുണ്ട്. ബൈബിൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം, സ്വന്തം ഈ പാട്ട് പാടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പാടുമ്പോഴാണ് ജനത്തിന് എന്തായിത്തീരുന്നത്, ഒരു വലിയ വിടുതലായിട്ട് തീരുന്നത്. നമുക്കറിയാമല്ലോ, ഭക്തന്മാരായ ധാരാളം ദൈവഭക്തന്മാര് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാൻ വളരെ ചിന്തിക്കുന്നത്, നമ്മുടെ സാധു കൊച്ചു ഉപദേശിയുടെയൊക്കെ പാട്ട് വളരെ മനോഹരമായ പാട്ടുകളാണ്. സ്തോത്രം. വിശദീകരണത്തിലേക്ക് പോകുന്ന സമയത്തിന് പരിധികളുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടിൽ തന്നെ നമ്മളത് പാടുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, അല്ലേ? കർത്താവിന് സ്തോത്രം. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, താനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ സ്തോത്രം ചെയ്യുന്ന, അതായത് ഓഡിയൻസിന്റെ ഇടയിൽ നിന്നും ഒരു കത്ത് തന്റെ കൈവശം ചെറിയൊരു തുണ്ട് പേപ്പറിനകത്ത് ആരോ എന്ത് എഴുതി കൊടുത്തുണ്ട്. അതിനകത്ത് ആ തുണ്ട് പേപ്പറിനകത്ത് എഴുതിയിരിക്കുന്നത് കൊച്ചുദേശിയുടെ മോൻ മരിച്ചുപോയെന്നാണ്. ഏക മകൻ മരിച്ചുപോയി. അദ്ദേഹം പ്രസംഗം തുറന്നുകൊണ്ടേയിരുന്നു, തിരിച്ച് പ്രതികരിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, പ്രസംഗം തുറന്നുകൊണ്ടേയിരുന്നു. സ്തോത്രം. വീട്ടിൽ ചെന്നു, പ്രിയപ്പെട്ടവരെ, പ്രസംഗമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ആത്മാവിന്റെ നിറവിൽ പാടിയ പാട്ടാണ്, ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും പറ അവൻ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞാട്ട്, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. പാട്ടുകാരൻ പറയുന്നത്, ദോഷമായിട്ടൊന്നും എന്നോ ദോഷമായിട്ടൊന്നുമെന്നോ എന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ചേർന്ന് പറ, എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹി. ആ പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ സ്തോത്രം, നമ്മളെങ്ങനെ സ്തോത്രം ആത്മാവിൽ നിറയാതിരിക്കും. അവൻ സ്തോത്രം മരിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ അരികിലിരുന്നുകൊണ്ട് ആത്മനിറവിൽ തന്റെ ഭൃത്യൻ പാടിയത് പാട്ടിന് പ്രാധാന്യമുണ്ട്, പാട്ടിനൊരു ദൈവസാന്നിധ്യമുണ്ട്. അവൻ പല ചർച്ചകളിലും ആത്മാവിന്റെ ആരാധന നടക്കാത്തതിന്റെ കാരണം തെറ്റിദ്ധരിക്കൽ ഞാൻ പറഞ്ഞത്, അഭിഷേകം പ്രാപിച്ചവർ ഒരുമിച്ച് പാടുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. സ്തോത്രം പറ, സ്തോത്രം പറഞ്ഞാട്ട്, സ്തോത്രം പറഞ്ഞാട്ട്, സ്തോത്രം പറഞ്ഞാട്ട്. അഭിഷേകം പ്രാപിക്കുവാനായിട്ട് ഇന്ന് പകൽ നിങ്ങൾ കൊതിക്കണം, ആരാധിക്കുവാൻ നിങ്ങൾ കൊതിക്കണം. പ്രിയപ്പെട്ടവരെ, അഭിഷേകം പ്രാപിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇന്ന് പകൽക്കാലം പറ, കർത്താവേ നിന്റെ അഭിഷേകത്തിൽ എന്നെ നിറയ്ക്കണമേ. അഭിഷേകം പ്രാപിച്ചവർ ആരെങ്കിലും നഷ്ടപ്പെടുത്തിയവരുണ്ടെങ്കിൽ പറ, ഇന്ന് പകൽക്കാലം ആ അഭിഷേകം എനിക്ക് തിരിച്ചു തരണമേ. സ്വത്രം പറ. അല്ലാതെ ശബ്ദമാണ്, ഡ്രമ്മിന്റെ ശബ്ദമാണ്, ഓർഗന്റെ ശബ്ദമാണ്, ഇരിക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നേ? അവിടെ ചെന്നാലും ഈ ശബ്ദമേ ഉള്ളൂ. അതറിയാമോ? പെരുവെള്ളത്തിന്റെ ശബ്ദം. വീട്ടിൽ ചെന്നൊക്കെ പറയുന്ന ശബ്ദമാണ്. ഇപ്പോൾ ആരും പറഞ്ഞല്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ മുമ്പ് ഒരു സഭയിലായിരുന്നപ്പോഴത്തേക്ക് ഒരു അച്ചാരുണ്ടായിരുന്നു, വേറൊരു അമ്മാമ്മയുണ്ടായിരുന്നു. സ്തോത്രം. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നിട്ട് സ്തോത്രം പ്രതിഷേധമായിട്ട് വന്നു. എൻ്റെ അടുത്താ വന്നത്. ഞാനിവിടെ ചെന്നാലും നന്നായിട്ട് ആരാധിക്കും, ഞാൻ ആരെയും നോക്കത്തില്ല, ആരെന്താ പറഞ്ഞാൽ എനിക്കല്ല, എനിക്ക് ദൈവം തന്ന ഉപകാരത്തെ ഓർത്ത് ദൈവം എല്ലാം നന്നായിട്ടാണ്. സ്തോത്രം ചെയ്ത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വന്നിട്ട് പ്രതിഷേധം. പ്രതിഷേധം എന്താണെന്നറിയാമോ? പറഞ്ഞല്ലേ, ഒരമ്മാമ്മ ചെവിക്കകത്ത് രണ്ട് പഞ്ഞിയുണ്ട്. സ്തോത്രം.
അച്ചായൻ കൂടെ വന്നിട്ട് പറയാ പ്രതിഷേധിക്കാൻ വന്നിരിക്കുക. ഇത് സമരം വല്ലതാണ്, പ്രതിഷേധിക്കാൻ. സ്തോത്രം. പ്രതിഷേധം അറിയിക്കാൻ വന്നിരിക്കുക. പ്രതിഷേധം എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കണം. അതൊക്കെ പോട്ടെ, സ്ഥാനമേറ്റാൽ പരിസ്ഥിതിയുമായി താല്പര്യപ്പെടുന്നത്. സ്തോത്രം. എന്നിട്ട് അവൻ സ്തോത്രം പറയുകയാണ്, ഈ ഡ്രമ്മിന്റെ ശബ്ദം ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഈ ഡ്രമ്മിന്റെ ശബ്ദം കുറവാണോ? ഡ്രമ്മിന്റെ ശബ്ദം കൂടുതൽ, അല്പം എന്ത് ചെയ്യണം, കുറയ്ക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം പറഞ്ഞു. ഞാൻ പിറ്റേ ആഴ്ച ഒന്നുകൂടെ കൂട്ടി കൊടുത്ത് കുറയ്ക്കാന്ന് പറഞ്ഞു, ഒന്നുകൂടെ കൂട്ടി അടിച്ച് ആരാധിച്ചു. സ്തോത്രം. അവരങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഞാനിങ്ങനെ എൻ്റെ കാര്യം എനിക്ക് ദൈവം തന്നെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. സംഭവിച്ചത് സ്തോത്രം പ്രിയപ്പെട്ടവരെ, ശബ്ദം കൂടുതലാണ്. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കുന്നില്ല. ഈ പുള്ളിയുടെ ജോലി എന്താണെന്നറിയാമോ? റൈസ് മില്ല് നടത്തുക. ഉറപ്പാണോ? ഈ പുള്ളിയുടെ ജോലിയാ പറയുന്നത്. പുള്ളിക്ക് ബിസിനസ്സാ റൈസ് മിൽ. നിങ്ങൾ എന്തിച്ചു നോക്കിയ റൈസ് മില്ലിന്റെ ശബ്ദം സ്തോത്രത്തെക്കാളും വലിയ ശബ്ദമാണോ കുറവാണോ? ഞങ്ങളുടെ അമ്മച്ചു ഞങ്ങളുടെ കാവൽ അമ്മച്ചു സ്തോത്രത്തെക്കാളും സ്തോത്രം. അപ്പൊ ഈ പുള്ളിക്ക് 7 മണി മുതൽ 11 മണി വരെ. നിങ്ങൾ തന്നെ വല്ലാതെ നോക്കുന്നത്. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരു ദോഷവും പറയുന്നില്ല. നിങ്ങൾ ആത്മീയ ആരാധിക്കാൻ പറയുന്നത് ദേവദാസനാണ്. സ്തോത്രം. 7 മണി മുതൽ 11 മണി വരെ സ്തോത്രം വറക്കുന്നതിന്റെയും പൊടിക്കുന്നതിന്റെ ശബ്ദം ഈ പുള്ളിയുടെ ചെവിക്കകത്ത് കർണകുടങ്ങൾ അടിച്ചു പോയാൽ പുള്ളിക്ക് ഒരു പ്രശ്നമേ ഇല്ല. പുള്ളിക്ക് ഈ സ്തോത്രമാണ് പ്രശ്നം. അടുത്തത് കൂട്ടുവന്ന അമ്മാമ്മയ്ക്കും ചെവിയിൽ എന്തുകൊണ്ട് 2 ചെവിയിലും പഞ്ഞി നിറച്ചോണ്ടാവുന്നില്ല. സ്തോത്രം. എന്താ സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? ആ പുള്ളി നാമെ സ്തോത്രം ചെയ്ത് നല്ല പ്രായത്തിൽ ഒന്നുമല്ല, മധ്യവയസ്കനായ പുള്ളി പെട്ടെന്നൊരു രോഗം പിടിപെട്ട് ശാരീരികമായ പ്രയാസമായി, ഹാർട്ട് സംബന്ധമായ പ്രശ്നമായി സ്വന്തം, അതായത് പുള്ളി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ഏകദേശം 2-3 മാസം, എനിക്ക് തോന്നുന്നു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പഞ്ഞി വെച്ച അമ്മാമ്മയും ചത്തു. ശബ്ദം കേൾക്കണ്ടല്ലോ. ഇനി പുള്ളിക്ക് ശബ്ദം കേൾക്കണ്ടല്ലോ. സ്തോത്രം ചെയ്ത് ശാന്തമായിട്ട് അവിടെ ഉറങ്ങാം. സ്തോത്രം. ശാന്തമായിട്ട് അവിടെ ഇറങ്ങാം. ഉറങ്ങാണോ നിങ്ങള്? ശാന്തമായിട്ട് പുള്ളിക്ക് എവിടെ ഇറങ്ങാം? കല്ലറയിൽ ഉറങ്ങാം. കല്ലറ പൊട്ടുമെങ്കിൽ നല്ലത്. സ്തോത്രം ചെയ്തു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇടറാത്ത ശബ്ദം തന്ന ദൈവം, പതറാത്ത തൊണ്ട തന്ന ദൈവം, അന്നവസ്ത്രാദി നന്മകൾ തന്ന ദൈവം, ഇതുവരെ ദൈവം നിന്നെ ഉയർത്തിയെങ്കിലും സ്തോത്രം. അവൻ പ്രിയപ്പെട്ടവരെ യെരൂശലേമിലെ അവിടെയുള്ള ദൈവമക്കൾ അവൻ ആരാധിക്കുന്നവരായിരുന്നു. അവർ സംഗീതം വായിക്കുന്നവരായിരുന്നു. അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരുന്നു. അവരുടെ പേരിലെ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ പേരുകൾ വെളിപ്പെടുന്ന ഒരു സമർപ്പണമുണ്ട്. എത്ര പേർക്ക് എന്നോട് കൂടെ സഹകരിക്കുവാൻ പറ്റും? എത്ര പേർക്ക് മകൾ എന്നോട് കൂടെ സഹകരിക്കുവാൻ പറ്റും? നീ ആരാധിക്കുന്നത് വെറുതെയല്ല. നീ സ്തോത്രം പറയുന്നത് വെറുതെയല്ല. നീ കരമടിച്ച് ദൈവത്തിന് മഹത്വം പറയുന്നത് വെറുതെയല്ല. നീ ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കുന്നത് വെറുതെയല്ല. ഇവിടെ നീ കൈയടിക്കുന്നതും ഇവിടെ പാടുന്നതിനും പ്രതിഫലം വിഭജിക്കുമ്പോൾ, അവൻ നല്ലവൻ വിശ്വസ്തനെന്നുള്ള ദാസനെ നമ്മൾ കേൾക്കുമ്പോൾ അവിടെ നിനക്ക് പ്രതിഫലമുണ്ട്. ഇവിടെ നിന്റെ പേരറിയപ്പെടുന്നില്ല. ഇവിടെ നീ ആരാധിക്കുന്നത് ആരും അറിയപ്പെടുന്നില്ല. എന്നാൽ ഇവിടെ മാത്രമല്ല. ഒരു ഡോക്ടറെ മുമ്പിൽ ചെന്നാൽ ഞാൻ പലർക്കും പറയാറുണ്ട്, ഹലോ, ഒരു ഡോക്ടറെ മുമ്പിൽ ചെന്ന് രോഗിയായിട്ട് ഡോക്ടർ പറയാറില്ലേ വായെന്ന് തുറക്കാത്ത പോലെ ഇരിക്കുന്നവരാണല്ലോ. തുറക്കാത്തവരാരെങ്കിലും ഉണ്ടോ? വായെന്ന് തുറന്നാട്ടെ. രണ്ടാമത് ഡോക്ടർ പറയുന്നത് എന്താ? നാക്കൊന്ന് നീട്ടിയാട്ടെ. അടുത്തത് ശ്വാസം മുകളിലോട്ട് വലിച്ചാട്ടെ. പിന്നെ താഴോട്ട് വിട്ടാട്ടെ. ഇതെല്ലാം യവന്മാരുടെ ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ എന്തോ ഞാൻ ഓപ്പണായിട്ട് കാര്യം പറയും. സ്വത്രം പറഞ്ഞാട്ട് നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കുക.
ശരീരത്തിന് പ്രയാസമുള്ളവരെ കുറിച്ച് ഒന്നും അല്ല ഞാൻ പറയുന്നത്, അത് തെറ്റിദ്ധരിക്കരുത്. കൈയെടുക്കാൻ പറ്റാത്തവരുണ്ട്, ബുദ്ധിമുട്ടുന്ന അപ്പച്ചന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ നിങ്ങളത് ഇരുന്നു, അതല്ല. പക്ഷേ ആരോഗ്യമുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. സ്വോത്രം 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 പറഞ്ഞാട്ടെ, സ്വോത്രം പറഞ്ഞാട്ടെ. ഈ ലോകത്തിലെ ഡോക്ടറിന്റെ മുമ്പില് നിനക്കൊരു കഫക്കെട്ട് വരുമ്പോൾ, ഹാർട്ടിന് പ്രശ്നം വരുമ്പോൾ, അവൻ നീ അവിടെ ചെന്ന് വായും നാവും ഒക്കെ തുറക്കാൻ പറ്റുമെങ്കിൽ ജീവനുള്ള മരിച്ചവരും മൗനതയിൽ ഉറങ്ങുന്നവരാരും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുമ്പോൾ, അവൻ ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അക്കാരം പഠിച്ച അപ്പം തരും ആരാധിച്ചു. നന്നായിട്ടൊന്ന് സ്വന്തം പറയാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, പല ബന്ധങ്ങൾ വഴി. നിങ്ങൾ പറയാത്തോണ്ട നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ പറയാത്തോണ്ട. അകത്തു നിന്ന് സ്വന്തം പറയാമെങ്കിൽ, പുറത്തു നിന്നുള്ള സ്വന്തം പറയുന്നത് അകത്തു നിന്ന് സ്വന്തം നന്നായിട്ട് പറയാമെങ്കിൽ പല ബന്ധങ്ങൾ വഴി. സ്വത്രം പറ, കർത്താവിന്റെ നാമത്തിൽ ഒരു മഹത്വം പറ. ഞാൻ നിങ്ങളെ ഇളക്കിപ്പെരുക്കുമൊന്നുമല്ല, തെറ്റിദ്ധരിക്കരുത്. സ്വത്രം ശരിക്കൊന്ന് പറ, അകത്തൊന്ന് വരട്ടെ. ഹാർട്ട് അടിച്ചു പോകുന്നെങ്കിൽ പോട്ടെ. സ്വത്രം 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 സ്വത്രം. ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നെ സ്വത്രം പറയാൻ പറ്റുമോ? നിന്റെ നരമ്പൊന്ന് കൊളുത്തിയാൽ പിന്നെ സ്വത്രം പറയാൻ പറ്റുമോ? നിനക്ക് ആരോഗ്യമുള്ളപ്പോഴല്ലേ ദൈവത്തിന് മഹത്വപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ദൈവം ആരോഗ്യം തന്നെങ്കിൽ നിന്റെ അകത്തുനിന്ന് സ്വത്രം വരട്ടെ. സ്വത്രം പറഞ്ഞാട്ടെ. തമിഴ്നാട്ടിലെ ഒരു കർത്താവിന്റെ ദാസന്റെ അനുഭവം പല പ്രസംഗ വേദിയിൽ ഞാൻ എന്റെ പ്രഭാഷണ വേദിയിൽ പറയാറുണ്ട്. ഭക്തനായിട്ടുള്ളൊരു മനുഷ്യനാണ്, ദൈവകൃപയുള്ളവനാണ്. ധാരാളം ആത്മാക്കളെ നേടിയ ഭക്തനായ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ഒന്നുകൂടി ഈ സഭയിൽ പരസ്യമായിട്ട് പറയുന്നത് ഒന്നുകൂടി നമ്മൾ ഉണരാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. ഭക്തനായ മനുഷ്യനാണ്. തന്റെ ഭാര്യ മരിച്ചുപോയി, തനിക്ക് ഒരു കുഞ്ഞേ ഉള്ളായിരുന്നു. ഒരു ഫംഗ്ഷന് വേണ്ടി താൻ തന്റെ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് സ്തോത്രത്തിനെതിരെ വന്ന് ട്രക്കുമായി കൂട്ടിയിടിച്ച് തൻ്റെ മോള് കാറിൽ നിന്ന് തെറിച്ചുപോയി. താനും കാറിൽ തെറിച്ച് ഡോർ തുറന്ന് കാറിൽ തെറിച്ചുപോയി, തൻ്റെ കുഞ്ഞും തെറിച്ചുപോയി. സാരമായ പരിക്കുകളോടുകൂടി ആ പ്രിയപ്പെട്ടവൻ രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവനെ, എന്നാൽ കുഞ്ഞ് ദീർഘവർഷങ്ങളോളം ബോധരഗതിയായി സ്തോത്രം മരിച്ചില്ല, ജീവനുണ്ട്, ജീവശവം പോലെ കിടക്കുക. നിരാശനായി തീർന്ന ദൈവദാസന് പെട്ടെന്ന് തന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലില് കുഞ്ഞിന് വളരെ സീരിയസ് ആയി വീണ്ടും ആ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട സമയത്ത് നിരാശനായിട്ട് നടന്നു പോകുന്ന ആ സന്ദർഭത്തിൽ ഇതൊരു അനുഭവം, ആ കെട്ടുകഥയല്ല. തന്റെ കർണപുടകൾ ഒരു ശബ്ദം കേൾക്കുന്നു. എന്റെ മോനെ, നീ എന്നെ ഒന്ന് സ്തോത്രം പറയാമോ? വർഷങ്ങളായിട്ട് തന്റെ ഭാര്യ മരിച്ചു, കുഞ്ഞും ഇങ്ങനെ ആയിരുന്നുകൊണ്ട് സ്തോത്രം പറയാൻ തനിക്ക് കഴിയുന്നില്ല. എന്തൊക്കെയോ ഭാരം തന്റെ ജീവിതത്തിൽ വന്ന് നിരാശ എന്ന വ്യാപാരം വന്നിട്ട് സ്തോത്രം പറയുന്നില്ല, സ്തുതിക്കുന്നില്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല. അന്നൊരു ദൈവാത്മാവ് തന്നോട് ഇടപെട്ടത് ഒരു ശബ്ദം കേൾക്കുകയാണ്, എന്റെ മകനെ, നീ എന്നെ ഒന്ന് സ്തുതിക്കുക. തിരിച്ചു പ്രതികരിക്കുക ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങയെ സ്തുതിക്കുകയില്ല. ധാരാളം ആത്മാക്കളെ നേടി സഭകൾ പെടുന്നു. എന്റെ ഭാര്യ മരിച്ചു, എന്റെ കുഞ്ഞ് ജീവശവം പോലെ ആയിരിക്കുന്നു, അങ്ങയെ സ്തുതിക്കുകയില്ല. ഒരിക്കലും എനിക്ക് അങ്ങയെ വേണ്ട എന്ന് പറഞ്ഞു പോയ സമയത്ത് താൻ നടന്നിങ്ങനെ മുന്നോട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ പ്രാവശ്യം പ്രിയപ്പെട്ടവരെ തന്റെ ആ കർണപുടങ്ങളിൽ ശബ്ദം കേൾക്കുന്നു, സ്നേഹത്തിന്റെ ആർദ്രതയുള്ള ശബ്ദം. മോനെ, എന്നെ ഒന്ന് സ്തുതിക്കാമോ? ആ പുസ്തകം എന്റെ കയ്യിരിപ്പുണ്ട്, പോയി തിരിച്ചു പോകും, എന്നെ ഒന്ന് സ്തുതിക്കാമോ?
വീണ്ടും പറഞ്ഞു, നിന്നെ ഒരിക്കലും ഞാൻ സ്തുതിക്കുകയില്ല, ഒരിക്കലും ഞാൻ സ്തോത്രം പറയുകയില്ല. സ്തോത്രം. വീണ്ടും ഇതേ വാക്ക് താൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ ആ വരാന്തയിൽ ആ പടി കയറി വരാന്തയിലെത്തിയ സമയത്ത് വീണ്ടും പ്രകമ്പനം കൊള്ളുന്നത് പോലെ ശബ്ദം കേട്ടു, എന്റെ മകനെ, നീ എന്നെ ഒന്ന് സ്തുതിക്ക്. മൂന്നാമത്തെ ആ ശബ്ദത്തിന്റെ നടുവില് ആമേ സ്തോത്രം തന്റെ ഹൃദയം അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആമേ തന്റെ ഹൃദയം ഉടഞ്ഞു പൊട്ടിക്കരയാൻ തുടങ്ങി. ആമേ ആ ഹോസ്പിറ്റലിൽ വരാൻ നിന്നുകൊണ്ട് ആത്മാവിനാലുകൊണ്ട് ആ പഴയ ശക്തി തനിക്ക് തിരിച്ചു വന്നുകൊണ്ട് കർത്താവേ ദൈവത്തിന് മഹത്വം, അങ്ങേ സ്തോത്രം പറയുന്നു. ആ നിരാശയുടെ നടുവിൽ പ്രത്യാശയോട് സ്തോത്രം പറയുന്നു. എന്നോടുണ്ടോ നിങ്ങള്? ഹോസ്പിറ്റൽ റൂമിനകത്ത് കയറിയപ്പോൾ ദീർഘവർഷങ്ങളായി കിടന്ന കുഞ്ഞെഴുന്നേറ്റിരിക്കുക. സ്തോത്രം പറ, സ്തോത്രം പറഞ്ഞാട്ട്. പ്രിയപ്പെട്ടവരെ, സ്തോത്രത്തിന് ശക്തിയുണ്ടോ? സ്തോത്രത്തിന് ശക്തിയുണ്ടോ? സ്തുതിക്ക് ശക്തിയുണ്ടോ? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അവൻ ആരെ നോക്കണ്ട, അടുത്തിരിക്കുന്നവർ എന്ത് വിചാരിക്കുമെന്ന് നോക്കണ്ട. സ്തോത്രം ചെയ്യുന്നു. അവരെ നോക്കിയാൽ നിനക്ക് ആരാധിക്കുവാൻ പറ്റുകയില്ല. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരം ഓർത്തുകൊണ്ട് നിന്റെ അകത്തു നിന്ന് സ്തോത്രം പറയാമെങ്കിൽ പല ബന്ധങ്ങളെ വഹിച്ചു മാറ്റുമോ അത് ദൈവത്തിന് കഴിയും. ആരെ നോക്കണ്ട, അടുത്തിരിക്കുന്നവരെ നോക്കരുത്. ചില ബന്ധങ്ങളുടെ മകൾ അടിയാൻ പോവുകയാണ്, ചില കെട്ടുകളുടെ മകൾ പൊട്ടുവാൻ പോവുകയാണ്, ചില ആഭിചാര മണ്ഡലങ്ങൾ അടിയാൻ പോവുകയാണ്, നമ്മുടെ സഭയിൽ വ്യാപരിക്കുന്ന രോഗാത്മം അടിയാൻ പോവുകയാണ്. ഒരു വിലാപഗീത പോലെ നമ്മുടെ സഭയ്ക്കകത്ത് ശത്രു ഇടുവാനായിട്ട് വിഷാദിന്റെ വെല്ലുവിളികൾ ഇന്ന് മുതൽ അടിയാൻ പോവുകയാണ്. ആ ജനം ആത്മാവിൽ ആരാധിക്കുമ്പോൾ മയിലുകൾ കപ്പുറം കരമടിക്കേണ്ടവര്, അന്യഭാഷ പറയേണ്ടവര്, അന്യഭാഷ പറയേണ്ടവര്. എന്നോട് ദൈവാത്മാവ് ശക്തിയോടെ ഇടപെടുന്നു. മയിലുകൾക്കപ്പുറം ദൈവത്തോട്ട് വെളിപ്പെടാൻ പോവുക. ഇവിടെ നീ സ്തോത്രം പറഞ്ഞു തുടങ്ങുക, സ്തോത്രം പറഞ്ഞു തുടങ്ങുക. ഇടത്തിരിക്കുന്നവരുടെ നാ തുറക്കാത്തത് നീ നോക്കണ്ട. ഇന്ന് മകൾ നിന്റെ നാവ് തുറക്കുക, നിന്റെ അന്തരം തുറക്കുക. ആരും ആരാധിച്ചില്ലെങ്കിൽ ദാവീദിനൊന്ന് പറയുവാനുണ്ട്, എനിക്ക് ആരാധിക്കണം. ശക്തമായിട്ട് ഇടപെടുകയാണ്. ചില മരണങ്ങൾ മാറാൻ പോവുകയാണ്, ചില മരണങ്ങൾ മാറാൻ പോവുകയാണ്, ചില വിലാപങ്ങൾ മാറാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നത്. നിന്നെ നിരാശ മൂടിയിട്ട്